പഴയ ഓർമ്മകളിലേക്ക്? ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാവരും ഇരിക്കുമ്പോൾ ഭയങ്കര തെറിയൊക്കെ പറയും. എല്ലാരും ഇരിക്കുമ്പോ മാന്യനാണല്ലോ. അതെ, പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് ആവുമ്പോഴുണ്ടല്ലോ ആധ്യാത്മിക കാര്യങ്ങളെ പറയാറുള്ളത്. അതായിരുന്നു നമുക്കറിയുന്ന ഒരുമാതിരി എല്ലാ ആക്ടേഴ്സിന്റെയും അമ്മയായിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് ആരുടെ അമ്മയായിട്ടാ വേഷം ഇട്ടേന്ന് പറഞ്ഞു? പ്രേം നസീറിന്റെ. എത്രാമത്തെ വയസ്സിലായിരുന്നു? അതൊരു ഓർമ്മ ശരിയാണെങ്കിൽ 22 വയസ്സ് കറക്റ്റ്. ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ട് 22ാമത്തെ വയസ്സിലാണ് വേഷം ഇടുന്നത് അമ്മ കഥ. ഞാൻ ചോദിക്കട്ടെ അമ്മ, ഇപ്പോഴത്തെ ജനറേഷനിൽ ഉള്ള ആൾക്കാർ 22 വയസ്സിൽ 24 വയസ്സിലും ഇതുപോലെ അമ്മ കഥാപാത്രമൊക്കെ ചെയ്യുമോ? ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാലും ശരിക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരു ഈഗോയും പാടില്ല. ഇല്ല, അതെ, അഭിനയമല്ലേ. ഇപ്പൊ മലയാള സിനിമയിൽ ഒരു 90% താരങ്ങളുടെയൊക്കെ അമ്മയായിട്ട് അമ്മ വേഷമിട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഈശ്വര എനിക്ക് ഒന്ന് അടിപൊളിയായിട്ട് എന്താ നല്ല നായികയെ പോലെ ഇങ്ങനെ ആട്ടവും പാട്ടും പ്രണയവും മരച്ചുറ്റി പ്രണയവും ഒക്കെ നടക്കണമെന്ന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്? എന്നെ അങ്ങനെ ആരും കാണൂല. അതെന്താണ്? ആ കണ്ണിൽ കാണാൻ ഇഷ്ടമല്ല. ആ കണ്ണിൽ കാണാൻ ഇഷ്ടമല്ല. ഇല്ല, കാരണം കുഞ്ഞുങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ്. പറഞ്ഞാൽ ചിരിക്കരുത്. അയ്യ, സത്യമാണ്, സത്യം. കുട്ടികളാണ് എൻ്റെ ഫ്രണ്ട്സ്. കുട്ടികളോടാണ് എനിക്ക് അടുപ്പം, കുട്ടികളോടാണ് എനിക്ക് സ്നേഹം. അറിയാമല്ലോ ഞാൻ ആ ജനസേവ. തീർച്ചയായിട്ടും. അവിടെയൊക്കെ ചെല്ലുമ്പോഴേ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഓടി വരും. ഓടി വന്ന് ആൻറ്റി അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. മലയാള സിനിമയിൽ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സാരിക്ക് ഒരു ബ്രാൻഡ് അംബാസിഡറിനെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അമ്മയെ കഴിഞ്ഞിട്ടല്ല അതൊരു ആളുണ്ടാവില്ല. കാരണം അത്രയധികം നമ്മൾ കണ്ടിട്ടുള്ളത് ആ കേരള സാരി നമ്മുടെ ആ ട്രഡീഷണൽ വേഷങ്ങളിലാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പൊ കേരള സാരി അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആകെ നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള ചില സിനിമകളിലാണ് നൈറ്റി അല്ലെങ്കിൽ ചട്ടയമുണ്ട് അങ്ങനെയുള്ള വേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. നൈറ്റി ഇട്ടൊരു പടം അഭിനയിച്ചല്ലോ, ഹരിഹർ നഗർ. അമ്മച്ചിയായത് അമ്മ മാറി അമ്മച്ചിയായപ്പോ ഒന്ന് നൈറ്റി ഇട്ടു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു വേഷപ്പകർച്ചൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഹോണായി, ജോൺ ഹോണായി. ഒരു കയ്യിൽ എന്നെയും മറുകയിൽ ആൻഡ്രൂസിനും കൊണ്ട് നടന്നപ്പോ അമ്മച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരാറില്ലേ? ഭൂതത്താന്റെ കയ്യിൽ നിന്ന് നിധി തട്ടിയെടുത്ത ആരുടെയോ കഥ. മറന്നുപോയി. ഇനി അധികം പറയണ്ട, ഗ്യാസ് വെച്ച് കത്തിച്ചു കളയും, ഗ്യാസ് പൊട്ടിത്തെറിച്ച്. നമുക്ക് ഇരുന്നോണ്ട് സംസാരിച്ചാലോ? എനിക്ക് മുട്ട് ഇത്തിരി പ്രശ്നമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇരിക്കാന്ന്. വേണ്ട, ഞാൻ കുറച്ച് നിൽക്കും, അതിനുശേഷം ഇരിക്കാം.